ഹായ്, എനിക്ക് ബോൺസൈ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫൈക്കസ് വെറൈറ്റിയിലുള്ള ആൽ വെറൈറ്റിയിലാണ്. പിന്നെ വരുന്ന മരങ്ങൾ എന്ന് വെച്ചാൽ പുളിമരം, കുഞ്ഞുഞ്ഞലയുള്ളത്. എന്നാൽ പൂക്കളുണ്ടാവുന്ന ചെടികളിൽ എനിക്ക് ബോൺസൈ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ബൊഗേൻവില്ലയാണ്. ഭയങ്കര രസമാണ്. നമുക്ക് പെട്ടെന്ന് അതിനെ നമുക്കൊരു ബോൺസൈ രൂപത്തിൽ ആക്കിയെടുക്കുകയും ചെയ്യാം. അതിൻ്റെ കെയറിങ്ങൊക്കെ വളരെ മീൻസ് അത്ര വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ബോൺസായി ഇപ്പോൾ നിറയെ പൂത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ആ പറഞ്ഞ ബോൺസായി. ഇതൊരു 3 വർഷം പ്രായമുള്ള കുഞ്ഞ മരമാണ് കേട്ടോ. ഇതൊരു സീരിയസ് ബോൺസായി ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ബോൺസായി എക്സ്പേർട്സ് ക്ഷമിക്കുക. ഇതൊരു ഫ്ലവറിങ് ബോൺസായിട്ടുള്ളൊരു ആഗ്രഹം കൊണ്ട്, ഒരു കൗതുകത്തിന് വേണ്ടി, ഒരു ഫണ്ണിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ബോൺസായാണ്. ഇത് പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങി വരുന്നേ ഉള്ളൂ. വിരിഞ്ഞ് തുടങ്ങിയിട്ടിപ്പോൾ ഒരു 2 ദിവസമായിട്ടുള്ളൂ. കംപ്ലീറ്റ് വിരിഞ്ഞിട്ടില്ല, ഒത്തിരി മൊട്ടുകളുണ്ട്. ദേ ഇപ്പോൾ നോക്കിയേ, നിറയെ പൂയിട്ടിട്ടുണ്ട്. ഇനിയും മൊട്ടുകളുണ്ട്. എന്നാലും നല്ല ഭംഗിയില്ലേ? അത് ഡബിൾ ഷെയ്ഡാണ്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു സത്യം പറഞ്ഞാൽ ഒരു ഓയിൽ പെയിൻറ്റിങ് എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഇതിൻ്റെ ആ ഒരു പൂക്കളുടെ ഒരു ഷെയ്ഡിങ്ങും കാര്യങ്ങളും. ഈ ഒരു ക്ലൈമറ്റിലാണ് ബൊഗൈൻവില്ലാസ് ഏറ്റവും കൂടുതൽ പൂക്കുന്നത്. സണ്ണി ആൻഡ് ഹ്യൂമിഡ്. ബൊഗൈൻവില്ല പൂക്കണമെങ്കിൽ ഒരു 6 to 7 hours നല്ല സൺലൈറ്റ് വേണം, ഡയറക്റ്റ് സൺലൈറ്റ്. ബൊഗൈൻവില്ലയുടെ കെയറിങ്ങിനെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യുക. അതേ കെയറിങ് ടിപ്സ് തന്നെയാണ് ബൊഗൈൻവില്ല നമ്മൾ ബോൺസായി ചെയ്യുമ്പോഴും ഫോളോ ചെയ്യേണ്ടത്. ഇതുപോലുള്ള ചെറിയ ക്യൂട്ടായിട്ടുള്ള ബോൺസൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വിചാരിച്ചാട്ടോ ഞാനിത് ഈ ഒരു വീഡിയോ ഇട്ടത്. ഒരു ബോൺസായി ഇതുപോലെ ആക്കിയെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ഇത് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ നമ്മുടെ ടേബിൾ ടോപ്പിലൊക്കെ വെക്കാം കേട്ടോ. എത്ര ചെടികളുണ്ടെങ്കിലും ഇതുപോലൊരു സംഭവം നമ്മുടെ ടേബിൾ ടോപ്പിൽ ഇരിക്കുവാണെങ്കിൽ അതിൻ്റെ ഭംഗി, അതിൻ്റെ ഒരു യുണീക്ക്നെസ് അതൊന്ന് വേറെ തന്നെയാണ്. ഈ ബൊഗൈൻവില്ലയുടെ തൊട്ടടുത്തിരിക്കുന്നത് ഒരു ചെറിയ പുള്ളിയുടെ ബോൺസായിയാണ്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ബിഗിനേഴ്സിന് ബോൺസായി ചെയ്ത് തുടങ്ങാൻ പറ്റിയൊരു മരമാണ് പുളിമരം. വളരെ ചെറിയ ഇലകൾ, അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ് അതിന്. ഇവനൊരു 3 വയസ്സുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും ആർക്കെങ്കിലുമൊക്കെ ഇൻസ്പയറിങ് ആയിട്ടുണ്ടെന്നും ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു ബോൺസായി ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു താല്പര്യവും കുറച്ച് ക്ഷമയും മാത്രം മതി. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.